ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 14 വെള്ളി. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം റോമാലേഖനം 7 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും നിങ്ങളെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഗൗരവത്തോടെ വചനത്തെ സമീപിക്കുന്നതിന്. ഒപ്പം നമ്മൾ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ദർശനം എന്ന നമ്മുടെ നോമ്പുകാല ധ്യാനത്തിൽ താല്പര്യത്തോടെ പങ്കുചേരുന്നതിന്, യൗസേ പിതാവിനെക്കുറിച്ചുള്ള ഒരുക്ക ധ്യാനത്തിൽ പങ്കുചേരുന്നതിന്. ഇപ്പോൾ ഫീഡ് മൈ ഷീപ്പ് വളരെ ആക്റ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. ഞാനും എന്നോടൊപ്പം അധ്വാനിക്കുന്ന ഏറെ പേര് ഇതിനകത്തുണ്ട്. പിന്തുണ അറിയിക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ഇത് ഇത്രയും കാര്യങ്ങൾ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിന് വരുന്ന ഭാരവും വലുതാണ്. അപ്പോൾ അതിന് പിന്തുണ നൽകുന്നവർ, അവരൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം കുറേ പേരൊക്കെ നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്മുടെ പുതിയ വാട്സാപ്പ് നമ്പർ, നമ്മുടെ പഴയ വാട്സാപ്പ് നമ്പർ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് പുതിയൊരു നമ്പർ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക്, പ്രാർത്ഥനാ സഹായങ്ങൾ ഒക്കെ അറിയിക്കാനായിട്ട് ഫീഡ് മൈ ഷീപ്പിൻ്റെ ആ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആർക്കും വേഗം കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പറാണ്. 2 ആവർത്തി പറഞ്ഞാൽ പഠിക്കും. 9847 അഗെയിൻ 984746. അതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് യുവജനങ്ങൾ. ഈയിടെ എന്നോട് ഒരാൾ കമൻറ്റ് പറഞ്ഞത്, അച്ഛാ, ചെയ്യുന്ന ശുശ്രൂഷയെ മാനിക്കുന്നു, പക്ഷേ യുവജനങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടുതലായിട്ട് വേണം. ഞാൻ നോക്കിയിട്ട് അത്തരം പ്രോഗ്രാംസിൻ്റെ പ്ലാനിൽ എപ്പോഴും ഉണ്ട്, പക്ഷേ അവർ കൂടുതൽ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവരുടെ ചോദ്യങ്ങൾ വരട്ടെ. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ പ്രത്യേക പ്രോഗ്രാമായിട്ടോ നിങ്ങൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അതിലൂടെ, ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഫീഡ് മൈ ഷീപ്പിൻ്റെ സ്റ്റാഫായിരിക്കും ആ നമ്പർ കൈകാര്യം ചെയ്യുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കിന്നത്തെ ഭാഗമെടുക്കാം, ബൈബിൾ എടുക്കാം. മർക്കോസ് സുവിശേഷം 11 അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ അധികാരത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുകയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? അപ്പോൾ ഒന്നാമത് നമ്മൾ ധ്യാനിക്കുന്ന കാര്യം അറിയാമോ? ശരിക്കും ഇവരെ ഇത് ചോദിക്കാൻ പ്രേരിപ്പിച്ച ഫാക്ടർ എന്താണ്? കണ്ണിക്കടി എന്ന് നമ്മൾ പറയത്തില്ലേ സാധാരണ ഭാഷ. അതായത് കർത്താവ് ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ അവർ കഴിയുന്നില്ല, പക്ഷേ അതിനെ എതിർക്കാൻ അവർക്കൊട്ട് പാങ്ങില്ല താനും. കാരണം അവൻ ചെയ്യുന്നതും അവൻ പറയുന്നതും ശരിയാണെന്ന് ഇവർക്കും ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ ഇനി അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത, ഇതിൻ്റെ സോഴ്സിനെ അന്വേഷിക്കുക. ആരാണ് നിന്നെ ഏൽപ്പിച്ചത് ഈ പണി ചെയ്യാൻ? ശരിക്കും ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നറിയാമോ? എല്ലാ നന്മകളും ഞങ്ങളിലൂടെ തന്നെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന മനോഭാവമാണത്. ശരിക്കും നമുക്കുമൊക്കെ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ ഇതുണ്ട്. നന്മകളുടെ കാരണവും ഉറവിടവും ഞങ്ങളായിരിക്കണം. ആര് നന്മ ചെയ്താലും, ഒരാൾ തിന്മ ചെയ്താൽ, ഒരാളൊരു മോശം കാര്യം ചെയ്താൽ അതിനെ എതിർക്കുന്നതോ തിരുത്തുന്നതോ മനസ്സിലാക്കാം. പക്ഷെ നന്മ ചെയ്യുമ്പോൾ നമ്മൾ എതിർക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? എതിർക്കുന്നതിൻ്റെ കാരണം ഈ ആറ്റിറ്റ്യൂഡാണ്. നന്മകളുടെ കുത്തകാവകാശം ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു. ശരിക്കും നമുക്ക് ചുറ്റും നോക്കുമ്പോഴൊക്കെ ഇത് കാണാവേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരെ അറ്റാക്ക് ചെയ്യുന്ന രീതി കാണണം. അത് പെട്ടെന്ന് സെൻസേഷണലൈസ് ചെയ്യും. അവർക്കെതിരെ ഒരു ആരോപണം ഉയരും. ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി, സത്യാവസ്ഥ ആരും അന്വേഷിക്കാൻ പോലും സാവകാശം കാണിക്കാറില്ല. മറിച്ച് അവരിലൂടെ ആരംഭിച്ചൊരു നന്മയെ അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ അവരെ നമ്മൾ കുഴിച്ചു മൂടുന്ന കാഴ്ചകൾ
നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറെ കാണുന്നില്ലേ? അതുകൊണ്ട് ആ മനോഭാവം മാറണം. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ ധ്യാന വിഷയം. നന്മകളുടെ കുത്തകാവകാശം ആരും ക്ലെയിം ചെയ്യരുത്. ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ എവരിവെയർ ആൻഡ് ഫ്രം എവരി വൺ. എല്ലായിടങ്ങളിലും എല്ലാവരാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരെയും അനുവദിക്കുക. രണ്ടാമത്, ഇവരുടെ ചോദ്യത്തിന് ഈശോ നൽകിയ ഉത്തരമാണ് സുന്ദരം. ഈയിടെ ഞാൻ സിനിമാ നടനായ അജു വർഗീസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ലോജിക്ക്, അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: എല്ലാവരോടും സത്യം പറയേണ്ട കാര്യമില്ല എന്നാണ്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്കത് ഇമ്പ്രസീവായിട്ട് തോന്നും. ശരിയാണ്, വഴിയെ പോകുന്ന എല്ലാവരും സത്യം ശരിക്കും അവർ അവകാശപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിനോട് കൃത്യം ചേരുന്നല്ലെങ്കിലും ഏതാണ്ട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാവുന്ന ഒരാശയമാണ് ഇവിടെ ഒരു ശൈലിയാണ് ഈശോ ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാവരോടും എല്ലാ സത്യവും അതുപോലെ തന്നെ പറയണമായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ഈശോ നല്ല വെടിപ്പായിട്ട് പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ? എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈശോ ഉടനെ പറയേണ്ടതല്ലേ: നീ എന്തറിഞ്ഞു? ഇത് ദേവാലയം, എൻ്റെ അപ്പായുടെ ആലയം. ഇവിടെ നിൽക്കാൻ, ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ, ഇവിടെ നിന്ന് സൗഖ്യ ശുശ്രൂഷ ചെയ്യാൻ അധികാരം എനിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മറ്റാർക്കുമെന്ന് ഈശോ ഉള്ള സത്യം പറയേണ്ടതല്ലായിരുന്നോ? ഈശോ എന്താ ചെയ്തേ? ഈശോ മറുചോദ്യം ചോദിച്ചു. എന്ത് ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, സ്നാപക യോഹന്നാൻ്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ, ദൈവത്തിൽ നിന്നോ, മനുഷ്യരിൽ നിന്നോ? എന്താ അതിൻ്റെ അർത്ഥം? ഈശോ ഇവിടെ അസസ് ചെയ്യുകയാണ്. ചോദ്യം ചോദിച്ചവൻ്റെ ഉദ്ദേശം എന്താണ്? ഈശോയ്ക്കറിയാം ചോദ്യം ചോദിച്ചവൻ്റെ ഉദ്ദേശം ഉത്തരമാണോ അതോ തന്നെ കെണിയിൽപ്പെടുത്തുക എന്നുള്ളതാണോ എന്ന് കർത്താവിന് നന്നായിട്ടറിയാം. അതാണ് കർത്താവിൻ്റെ വിവേകം. ആ വിവേകം ഉപയോഗിച്ച് കർത്താവ് മറുചോദ്യം ചോദിച്ച് അവരെ ഖണ്ഡിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ഈ കാലഘട്ടത്തിൽ കാണിക്കേണ്ട പ്രൂഡൻസ്, വിവേകമാണിത്. എന്ത്? നമുക്ക് നേരെ ഉയരുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരമർഹിക്കുന്നുണ്ടോ എന്ന് ഒരു വേള ഒന്ന് മാറി നിന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. നമുക്ക് നേരെ ഉയരുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരം അർഹിക്കുന്നുണ്ടോ? 2, അവരുത്തരം ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉത്തരം ആഗ്രഹിക്കുന്ന പോലും ഇല്ലായിരിക്കും. നമ്മൾ ചാടിക്കയറി എല്ലാ ഉത്തരവും അങ്ങ് പറഞ്ഞു കളയും. അരുത്. ഒന്ന് അസസ് ചെയ്യുക, സിറ്റുവേഷൻ അസസ് ചെയ്യുക. ചിലപ്പോൾ ഒരു മറുചോദ്യത്തിൽ അവസാനിക്കേണ്ട കാര്യമേ ഉള്ളായിരിക്കും. അതിൻ്റെ പേര് വിവേകം എന്നാണ്. അതിൻ്റെ പേര് വിവേകം. അത്തരമൊരു വിവേകം നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നൊരു ലോകത്തിൽ ഇത്തരമൊരു വിവേകത്തിൻ്റെ ആവശ്യകത ഏറുകയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമത്തത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അധികാരം, കർത്താവിൻ്റെ അധികാരം. ഇത് പല പ്രാവശ്യം സുവിശേഷത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വാക്കാണ് കർത്താവിൻ്റെ അധികാരം. അതുകൊണ്ടല്ലേ ജനം അത്ഭുതപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഗുരുക്കന്മാരെ പോലെയല്ല, മറിച്ച് അധികാരമുള്ളവനെ പോലെയാണ് അവൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതോറിറ്റി. എന്താണ് ആ അതോറിറ്റി? ഈശോയുടെ അധികാരം എവിടെ നിന്ന് വരുന്നതാണ്? പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് വരുന്ന അധികാരത്തെ ഈശോ സുന്ദരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അവൻ്റെ ജീവിതത്തിലൂടെ. പ്രിയമുള്ളവരെ, ഈ അധികാരത്തിൽ നമ്മളും പങ്കുപറ്റുന്നുണ്ട്. എങ്ങനെയാണ് ആ അധികാരത്തിൽ പങ്കുപറ്റുന്നത്? ഈശോയുമായുള്ള ബന്ധത്തിൽ. ഒരു വികാരിയച്ഛൻ, ഒരു വൈദികൻ, അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനത്തിൻ്റെ മേൽ മെക്കിട്ട് കയറിയിട്ടല്ല, അവരുടെ മേൽ ആക്രോശിച്ചിട്ടല്ല, മറിച്ച് എങ്ങനെയാണ്? പിതാവുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന, കർത്താവ് തമ്പുരാനുമായുള്ള എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഒരു ആത്മീയ അധികാരമുണ്ട്. ആ അധികാരം എക്സിക്യൂട്ട് ചെയ്യണം. ഇത് അച്ഛന്മാർ മാത്രമല്ല, വീട്ടിൽ അപ്പൻ അമ്മ അധികാരം എക്സിക്യൂട്ട് ചെയ്യണം. ഇന്ന് പറ്റിയിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഈ അധികാരത്തെക്കുറിച്ച് കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട് എന്തു പറ്റുന്നു? കുഞ്ഞുങ്ങൾ അധികാരികളാകുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് അധികാരത്തെ കണ്ടെത്തേണ്ടത്? ഉടയതമ്പുരാനുമായുള്ള ബന്ധത്തിൽ, കർത്താവുമായുള്ള ബന്ധം വഴി ഇവർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ മാതാപിതാക്കളെന്ന സ്ഥാനത്തിൻ്റെ അധികാരത്തെ ഇവർ മനസ്സിലാക്കുകയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരെ വളർത്തുന്ന ആ പ്രക്രിയയിൽ ഈ അധികാരം, അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്യുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് അത്തരമൊരു ചോദ്യം ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? 2, അത്തരമൊരു ചോദ്യത്തോട് കർത്താവ് നൽകിയ പ്രതികരണം എങ്ങനെ? 3, കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ഡൈമെൻഷനും നമ്മുടെ ലൈഫിലുണ്ടാക്കേണ്ട
ഇംപ്ലിക്കേഷൻസുമാണ് നമ്മൾ ധ്യാനിച്ചത്. ഇനി നമ്മൾ ലേഖന ഭാഗത്തേക്ക് വരിക. റോമാലേഖനം, ബൈബിൾ എടുത്തേ. റോമാലേഖനം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ഹോംവർക്ക് അതാണ്. ഈ ലേഖന ഭാഗം വായിക്കണം. ശരിക്കും ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുണ്ടല്ലോ, കാച്ചിക്കുറുക്കിയ ലേഖനങ്ങളാണ്. എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ആശയവും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞുതരാം. നിയമം ഇല്ലാതിരുന്നൊരു കാലത്ത് പാപം ഉണ്ടായിരുന്നില്ല. നിയമം ഇല്ലാതിരുന്ന കാലത്ത് അങ്ങനെ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. നിയമം ഇല്ലാതിരുന്ന കാലം, അന്ന് പാപം ഇല്ല. ബാക്കി നിയമം വന്നപ്പോൾ പാപം വന്നു. എങ്ങനെ നിയമം വന്നപ്പോൾ പാപം വന്നത്? നിയമത്തിൻ്റെ ലംഘനം പാപമായി, നിയമത്തിൻ്റെ പാലനം പുണ്യമായി. അപ്പോൾ ഒരു സംശയം വരും നമുക്ക്, പണിയായല്ലോ, നിയമം ഇല്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. അതിൻ്റെ ഉത്തരം കൂടെ മനസ്സിലാക്കണം. അത് 12-ാമത്തെ അവസാനത്തെ വാക്യത്തിലും ഇന്നത്തെ ഭാഗത്തിൻ്റെ ഭാഗമല്ലാത്ത അടുത്ത വാക്യത്തിലുമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ മനസ്സിലാക്കി ഇങ്ങനെയൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിയമമില്ലായിരുന്നെങ്കിൽ, നിയമമല്ല ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്, നിയമം ഉണ്ടായതുകൊണ്ടല്ലേ പാപം ഉണ്ടായത്, നിയമമില്ലായിരുന്നു ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പൗലോസ്ലീഹ അന്നേ അതിൻ്റെ ഉത്തരം ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. റോമാലേഖനം 7:12, നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. 13-ാമത്തെ വാക്യം എടുത്തേ. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നെന്നോ. എന്താ നന്മയായിട്ടുള്ളത്? നിയമം. നന്മയായി ദൈവം തന്നത് എനിക്ക് മരണമായി തീർന്നോ? എങ്ങനെ? നിയമലംഘനം വഴി പാപം ചെയ്ത് മരണമായി തീർന്നോ? ഉത്തരം ഒരിക്കലുമില്ല. പിന്നെയോ, പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. പാപം നന്മയായിട്ടുള്ള നിയമത്തിലൂടെ എന്നിൽ മരണമുളവാക്കി. അടുത്തത്, ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. എന്തിനാണ് നിയമം? പാപമായി തന്നെ കാണാൻ. നിയമമില്ലെങ്കിൽ പാപമായി കാണില്ല, ന്യൂട്രൽ ആക്ട്സ് ആയിട്ട് മാറും. അതുകൊണ്ട് ദൈവിക നിയമങ്ങളെക്കുറിച്ച് നമുക്ക് വിചാരവും ധ്യാനവും ഉണ്ടാകണം. നിയമമുള്ളത് കൊണ്ട് പാപമായി കാണപ്പെടുന്നു, പുണ്യമായി കാണപ്പെടുന്നു. നിയമമില്ലെങ്കിൽ പാപം ന്യൂട്രൽ ആക്ട്സ് ആയിട്ട് മാറും. ഈ ഭാഗം വായിച്ച് അത് ധ്യാനിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിൻ്റെ അധികാരത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത നിയോഗങ്ങളിൽ നിന്നോടുള്ള ബന്ധം വഴി ആ അധികാരത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങളുടെ മേലും നീ കൃപ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.